200-ാം വാർഷികം ഇവിടെ കൊണ്ടാടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് വളരെ ധന്യമായ ഒരു അനുഭവമാണ്. കേരളത്തിലെ മാറുമറക്കൽ സമരവും തമിഴ്നാട്ടിലെ തോൾശീലെ പോരാട്ടവും ഒന്നു തന്നെയാണ്. അധസ്ഥിതർ എന്ന മുദ്രയടിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന വലിയൊരു വിഭാഗം നമ്മുടെ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. നിരവധി സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ നടത്തിയ പോരാട്ടമാണ് തമിഴ്നാട്ടിലെ തോൾശീലെ പോരാട്ടവും കേരളത്തിലെ മാറുമറക്കൽ സമരം. 2 നൂറ്റാണ്ട് മുൻപ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഇനി സനാതന ധർമ്മ രാഷ്ട്രമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തോടെയാണ് സനാതന ധർമ്മ സങ്കല്പത്തിനനുസൃതമായ ഒരുപാട് ക്രൂരതകൾ സമൂഹത്തിൽ കടന്നു വന്നത്. അതിന് പിന്നാലെയാണ് മനുഷ്യത്വ വിരുദ്ധമായ വ്യവസ്ഥകൾ, കരങ്ങൾ, ഇതെല്ലാം ഒരു വലിയ ജനവിഭാഗത്തിനെതിരെ വന്നത്. അതിൻ്റെ ഏറ്റവും ഹീനമായ ഒരവസ്ഥ മനുഷ്യരുടെ അവയവങ്ങൾക്ക് മേൽ വരെ നികുതി ചുമത്തുന്ന നിലയുണ്ടായി എന്നതാണ്. അധസ്ഥിത സ്ത്രീകൾ മാറുമറക്കുന്നത് നിയമം വഴി വിലക്കുന്ന നിലയും ഉണ്ടായി. രാജഭരണഘട്ടത്തിൽ തന്നെ അതിൽ പലതിനെതിരെയും വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പുകളുണ്ടായി. അത്തരം ചെറുത്തുനിൽപ്പുകളിലൊന്നാണ് തോൾശീലെ സമരം. ചരിത്രപ്രധാനമായ ആ പോരാട്ടത്തിൻ്റെ 200-ാം വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ആ പോരാട്ടത്തിൻ്റെ സമകാലികമായ പ്രാധാന്യവും രാഷ്ട്രീയമായ പ്രസക്തിയും വ്യക്തമാക്കുന്നതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ്റെ സാന്നിധ്യം. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ തിരുവള്ളുവരുടെയും മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെയും EV രാമസ്വാമി നായ്ക്കരുടെയും അയ്യ വൈകുണ്ഠൻ്റെയും രാമലിംഗ അടികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ഓർമ്മകൾ മനസ്സിൽ നിറയുകയാണ്. അവരുടെയൊക്കെ ശ്രമഫലമായാണല്ലോ നമ്മുടെ നാട് മനുഷ്യന് ജീവിക്കാൻ കൊള്ളുന്ന ഒന്നായി മാറിയത്. അവർക്ക് പിന്നാലെ നാട്ടിലുയർന്നു വന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, സാമുദായിക ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കപ്പെടുന്നിടത്ത് പരിമിതപ്പെട്ടു നിന്നിരുന്ന ആ പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അത് സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കുക എന്ന രാഷ്ട്രീയ ഉള്ളടക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നവോത്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തീർച്ചയായും അഭിമാനകരമാണ്. സനാതന ധർമ്മത്തിൻ്റെ രാഷ്ട്രം
എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാർത്താണ്ഡവർമ്മ വരുത്തിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നും നമ്മുടെ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുകയാണ് ഈ വാക്ക്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സംഘപരിവാർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് ഇതിന് വേണ്ടത്? ജനാധിപത്യം ഇക്കൂട്ടർക്ക് അലർജിയാണ്. അതിനും മറ്റ് തെളിവുകൾ ആവശ്യമില്ല. സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴിയെന്നും ശക്തമായി വാദമുയരുന്ന ഒരു കാലമാണിത്. ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശംസാവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് സാധാരണഗതിയിൽ ഒരു വിധത്തിലും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമല്ലല്ലോ. ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണത്. ലോകത്ത് ഹിന്ദുത്വം മാത്രമല്ലേ ഇത്ര ശ്രേഷ്ഠമായ ഒരു അടയാളവാക്യം മുൻപോട്ട് വെച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന വാദം. ഈ വാദം ആവർത്തിക്കുന്നവർ ഈ വരിയുടെ തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുകയാണ്. അതിതാണ് ഗോ ബ്രാഹ്മണ്യേഭ്യ ശുഭമസ്തു നിത്യം. ഗോവിനും, ഗോ എന്ന് പറഞ്ഞാൽ പശു, പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്ന് അർത്ഥം ചേർത്ത് വെച്ച് നമ്മളെ മനസ്സിലാക്കിയാൽ പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എത്രയധികം ചേർന്നു പോകുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിൻ്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ രീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാൻ നമുക്കാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് രാഷ്ട്രീയ അധികാരത്തിൻ്റെ രക്ഷാകർതൃത്വം അതിനുണ്ടായിരുന്നു. ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതും എന്നത് നാം കാണുന്നു. തോൾശീലെ പോരാട്ടം കേവലം ജാതീയമായ ഉച്ചനീചത്വത്തിനെതിരായ പോരാട്ടം മാത്രമായിരുന്നില്ല. അതിൽ വലിയൊരു രാഷ്ട്രീയ ഉള്ളടക്കം കൂടി ഉണ്ടായിരുന്നു. സവർണ, ജന്മി, നാടുവാഴി, കൊളോണിയൽ വാഴ്ചക്കെതിരായ പോരാട്ടത്തിൻ്റെ ജ്വാല അതിലുണ്ടായിരുന്നു. രാജാധിപത്യത്തിനും അതിന് തണൽ വിരിച്ച സാമ്രാജ്യാധിപത്യത്തിനും കൂടി എതിരായിരുന്നു അത്. തോൾസ്റ്റോയിലെ പോരാട്ടത്തിൻ്റെ ചരിത്രം
ആ നിലക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. വർഗീയത ഏതായാലും, ഭൂരിപക്ഷത്തിൻ്റെതായാലും ന്യൂനപക്ഷത്തിൻ്റെതായാലും, അത് മാനവികതയുടെ ശത്രു തന്നെയാണ്. ഇന്ത്യയിൽ ഭരണകൂട സഹായത്തോടെ വളർന്ന ഭൂരിപക്ഷ വർഗീയത രാജ്യത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഭരണാധികാരം കൈയാളുന്നതിൻ്റെ മിടുക്കിൽ രാജ്യത്തെ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ ഭീതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെടുത്താൽ വർഗീയ സംഘർഷങ്ങളില്ലാത്ത ചുരുക്കം സംസ്ഥാനങ്ങളെയുള്ളൂ. അതിൽ ഒന്ന് തമിഴ്നാടാണ്, മറ്റൊന്ന് കേരളമാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. ഇവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുന്ന വിധത്തിൽ ദളിതർക്കും മറ്റു പിന്നോക്കക്കാർക്കും അമ്പലങ്ങളിൽ ശാന്തിക്കാരാകാനുള്ള അവസരം കേരളത്തിൽ ഒരുക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ സമ്മേളനം ഒരു സവിശേഷ ദേശീയ സാഹചര്യത്തിലാണ് നടക്കുന്നത്. അതുകൂടി പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാകില്ല എന്നുള്ളതുകൊണ്ട് അതുകൂടി ഞാൻ ഇവിടെ പറയുകയാണ്. തങ്ങൾ തകർക്കപ്പെടാനാവാത്ത ശക്തിയാണ് എന്ന BJPയുടെ വാദത്തിന് നല്ല ഇളക്കം തട്ടുന്നു എന്നതിൻ്റെ സൂചനകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സഖ്യം ഉപേക്ഷിച്ച് പലരും ശരിയായ നില സ്വീകരിച്ചു വരികയാണ്. ബീഹാറിലെ നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ഗതിമാറ്റം ഉണ്ടാക്കാൻ പോകുന്നതാണ്. BJPയുമായുള്ള സഖ്യം അവർ ഉപേക്ഷിച്ചു. BJPക്കെതിരായ ജനവികാരം രാജ്യവ്യാപകമായി പടരുന്നതിൻ്റെ പ്രതിഫലനമാണ് ഹരിയാനയിൽ ദേവിലാലിൻ്റെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ റാലികൾ. 2024 BJPയുടെ ജനദ്രോഹ ഭരണം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനമാണ് അതിലുണ്ടായത്. അതിൽ ഒരിക്കൽ BJPയോടൊപ്പം ഉണ്ടായിരുന്ന JDU, ശിരോമണി അകാലിദൾ തുടങ്ങിയ പല പാർട്ടികളും NDA വിട്ടുവെന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ശിവസേനയുടെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ BJPയോടൊപ്പമുള്ളൂ. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്കും കൂട്ടർക്കും ഉണ്ടായ കനത്ത പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയ BJPക്ക് ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ കാര്യമായ തിരിച്ചടി, ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 15 വർഷമായി BJP ഭരിച്ചുകൊണ്ടിരുന്ന ഡൽഹി കോർപ്പറേഷൻ BJPക്ക് നഷ്ടപ്പെട്ടു. ഹിമാചൽ പ്രദേശിൽ ഭരണം തന്നെ ഇക്കൂട്ടർക്ക് നഷ്ടപ്പെട്ടു. പിൻവാതിലൂടെ ഭരണം പിടിച്ച മഹാരാഷ്ട്രയിൽ പോലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പിന്നോട്ടടിയുണ്ടായി. ഹൈദരാബാദ് അടക്കമുള്ള കേന്ദ്ര സർവകലാശാല ക്യാമ്പസുകളിൽ സംഘപരിവാർ വിദ്യാർത്ഥി സംഘടന കനത്ത പരാജയം നേരിട്ടു. ഇതൊക്കെ രാജ്യത്താകെ വളർന്നു വരുന്ന രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായ സൂചനകളാണ് എന്നത് നാം കാണണം. നമ്മുടെ രാജ്യത്ത് BJP ഭരണത്തിൻ്റെ ദുരന്തം വലിയ തോതിൽ ജനങ്ങൾ തിരിച്ചറിയുന്നതിൻ്റെ പ്രതിഫലം കൂടിയാണ് മാറി വരുന്ന ഈ വികാരം. ഞാൻ അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ
അത്തരത്തിലുള്ള ജനശ്രദ്ധ ഇത്തരം കാര്യങ്ങളിൽ പതിയാതിരിക്കുന്നതിന് വലിയ തോതിൽ വർഗീയ അജണ്ട, അതിന്റെ ഭാഗമായുള്ള വർഗീയ സംഘർഷം വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ കാശിയും മധുരയും ഒക്കെ അടുത്തതായി പിടിച്ചടക്കേണ്ടതാണ് എന്ന മുദ്രാവാക്യം ഉയർന്ന് നാം കേൾക്കുന്നത്. വർഗീയതയുടെ വിദ്വേഷം വളർത്തിയാൽ പാവപ്പെട്ടവരിൽ ആഹാരം പോലുമില്ലാതെ വിശന്നിരിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവരിൽ വിശപ്പും അതുണ്ടാക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും മറന്ന് ഈ സംഘപരിവാറിന്റെ അനുയായികളായി നിന്നുകൊള്ളുമെന്നാണ് അവര് കണക്കാക്കുന്നത്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം. ത്രിപുരയിലെ BJP വിജയിച്ചു എന്നാണല്ലോ നാം കാണുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ 50% വോട്ട് കിട്ടിയ BJPക്ക് ഇത്തവണ 10% കുറഞ്ഞു അവിടെ. മാത്രമല്ല, തിപ്രമോത്ത എന്ന പ്രാദേശിക കക്ഷി വോട്ട് ഭിന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റൊന്നാകുമായിരുന്നു അവിടുത്തെ സ്ഥിതി. 2000 താഴെ വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട 20ഓളം മണ്ഡലങ്ങളിൽ ഈ പ്രാദേശിക പാർട്ടി 5000 മുതൽ 10000 വരെ വോട്ട് പിടിച്ചു. ആ പഴുതിലാണ് BJP പിടിച്ചു കയറിയത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ പണ്ടേ നൽകിയ മുന്നറിയിപ്പുകൾ സത്യമാകുന്നത് ലോകമാകെ കാണുകയും കൂടുതൽ പാർട്ടികൾ തിരിച്ചറിയുകയും ചെയ്യുന്ന കാലമാണിത്. ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു സംസ്കാരം എന്ന മുദ്രാവാക്യം ഫാസിസത്തിൻ്റെതാണെന്നും ഇന്ത്യയുടെ വൈവിധ്യ സമൃദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതാണെന്നും നമുക്കറിയാം. DMK ഭാഷാ സംരക്ഷണ പോരാട്ടങ്ങൾ നടത്തിയത് ഇന്നും ഓർക്കേണ്ട കാര്യമാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ ഇന്നൊരു യാഥാർത്ഥ്യമായി രാജ്യത്ത് മാറുന്നതും കേന്ദ്ര ഭരണാധികാരികൾ തന്നെ അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാവുന്നതും നാം കാണുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ ദുരുപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ രാജ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോ ആ നയം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് വൻതോതിലുള്ള ആപത്തുകൾ സൃഷ്ടിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ചങ്ങാത്ത മുതലാളിത്ത രാഷ്ട്രീയം ഇവിടെ BJP ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോ LICയുടെ 70,000 കോടിയോളം രൂപ ഒരു കോർപ്പറേറ്റ് സിംഹം വിഴുങ്ങിയതിന്റെ വാർത്തകൾ കേട്ട ഞെട്ടലിലാണ് നമ്മുടെ രാജ്യം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ അടക്കം ലോകം ഇതിന്റെ അപകടങ്ങൾ തിരിച്ചറിയുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI ഇങ്ങനെയുള്ള ഏജൻസികളെ രാഷ്ട്രീയ വൈരനിര്യാതനത്തിനായി ഉപയോഗിക്കുകയാണ്. ED കേസുകളിൽ 0.5% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. CBI കേസുകളിലും ഇതുതന്നെയാണ് അനുഭവം. ഇതിന്റെ എല്ലാം വിശ്വാസ്യത വലിയ തോതിൽ ചോർന്നിരിക്കുന്നു. ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന മൃദുഹിന്ദുത്വ നയങ്ങൾ ആപത്തുണ്ടാക്കും എന്നത് നാം തിരിച്ചറിയണം. വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. ഒരുമിച്ച് നിൽക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇന്ന് ഉണ്ട് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഭാഷാ സംരക്ഷണം മുതൽ ഫെഡറൽ ഘടനയുടെ സംരക്ഷണം വരെ ഇന്നത്തെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളുടെ സംരക്ഷണം മുതൽ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടം വരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല രീതിയിൽ
നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണം. ഇതിനോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ജനങ്ങൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത്തരമൊരു പുതിയ കാലത്തിന്റെ പുറവിയിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. സംസ്ഥാന തലങ്ങളിലുണ്ടാകുന്ന ജനപക്ഷ ഒരുമ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നതിന് ഇടയാക്കും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല. നമ്മുടെ ഈ സമ്മേളനത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല. ഒരു ഇൻവിറ്റേഷൻ കൂടി പരസ്യമായി നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ബഹുമാനായ സ്റ്റാലിൻ സംസാരിക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ അവിടെ നടത്താൻ ആലോചിക്കുന്നുണ്ട്. അവിടെ ബഹുമാനായ സ്റ്റാലിനും കൂടി ഉണ്ടാകണം എന്ന് കൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത്തരമൊരു മഹാറാലി സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകരെയും അതിന് നേതൃത്വം കൊടുത്തവരെയും അതുമായി സഹകരിച്ച എല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.